അവൾ പെട്ടെന്ന് നെറ്റി അണിച്ചിട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വയ്യ, എനിക്ക് ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ചുമ നിർത്താൻ പറ്റുന്നില്ല, ആരെങ്കിലും വിളിക്കുക, എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ വേഗം വേറെ കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് വന്നിരുന്ന് എനിക്ക് ബാക്കൊക്കെ ഇങ്ങനെ ഉഴിഞ്ഞൊക്കെ തന്നെ എന്നെ അവിടെ ഇട്ട് വെള്ളമൊക്കെ തന്നെ. എത്ര നേരം ഉറങ്ങുന്നു അത്ര നേരം ഉറങ്ങട്ടെ, വിളിച്ച് എണീപ്പിക്കണ്ടെന്ന് പറഞ്ഞ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉറങ്ങി എണീക്കുന്ന വരെ കണ്ണടയ്ക്കാണ്ട് എൻ്റെ കൂടെ എന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അശ്വതി എന്ന് പറഞ്ഞ കുട്ടി. അവൾ ബാക്കി വേറെ കുട്ടി ഇർഫ എന്ന് പറഞ്ഞ കുട്ടി അവൾ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങി, അവൾക്കും ഭയങ്കര ക്ഷീണമായിരുന്നു. പക്ഷെ ഇവള് ഞാൻ എണീച്ചാലോ, പെട്ടെന്ന് ഞാൻ അപ്പോഴത്തെ പോലെ എണീറ്റാലോ, വെള്ളം ചോദിച്ചാലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ വരെ ഞാൻ എണീക്കുമ്പോൾ 6 മണിക്ക് ഞാൻ കിടന്നിട്ട് 10-10:30 ഞാൻ എണീക്കുമ്പോൾ അത്രയും നേരം എന്നെ തന്നെ നോക്കിയിട്ട് അവൾ ഇരിക്കുകയായിരുന്നു ഞാൻ എണീക്കുമ്പോൾ. അപ്പം എൻ്റെ ലൈഫിൽ പുണ്യാളന്മാരെന്ന് പറയുമ്പോൾ അവർ രണ്ടുപേര്, പിന്നെ ടീച്ചർ, ഞങ്ങളുടെ കൂടെ വന്ന 2 ബോയ്സ്, പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വേറെ വെയിറ്റ് ചെയ്ത് വെളിയിൽ തന്നെ നിന്ന 2 കുട്ടികളുണ്ടായിരുന്നു. അവർ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ശരിക്കും എൻ്റെ ലൈഫിലെ പുണ്യാളന്മാർ.